Hello everyone, welcome back. ഇന്ന് നമുക്ക് CPT Anesthesia ചാപ്റ്ററിലെ CPC exam questions ഡിസ്കസ് ചെയ്യാം. So this is the part 2. Part 1 is already uploaded. Question number 1. A patient was placed under general anesthesia to have a simple incision and removal of a foreign body from the subcutaneous tissue. This procedure usually requires local anesthesia due to unusual circumstances which required general anesthesia. What modifier would best describe the situation? So, ഇവിടെ ഒരു patient general anesthesiയുടെ അണ്ടറിൽ സിമ്പിൾ ഇൻസിഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഫ്രം ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. സോ യൂഷ്വലി ഈ ഒരു പ്രൊസീജിയറിന് ലോക്കൽ അനസ്തീഷ്യ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുക. ബട്ട് ഇവിടെ ഒരു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ജനറൽ അനസ്തീഷ്യ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മോഡിഫയർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 47 ആണ്, ദാറ്റ് ഇസ് അനസ്തീഷ്യ ബൈ സർജൻ. ഓപ്ഷൻ ബി 22 ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസസ്. ഓപ്ഷൻ സി 23 അൺയൂഷ്വൽ അനസ്തീഷ്യ. ആൻഡ് ഓപ്ഷൻ ഡി P6 എ ഡിക്ലയർഡ് ബ്രെയിൻ ഡെഡ് പേഷ്യൻറ്റ് ഹൂസ് ഓർഗൻസ് ആർ ബീങ് റിമൂവ്ഡ് ഫോർ ഡോണർ പർപ്പസസ്. ഇതിലെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ ആണ്. സോ അത് നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ എ 47 ആണ്, ദാറ്റ് ഇസ് അനസ്തീഷ്യ ബൈ സർജൻ. യൂഷ്വലി അനസ്തീഷ്യ സർവീസ് പെർഫോം ചെയ്യുന്നത് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ഇനി അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന അതേ സർജൻ തന്നെ അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡിഫയർ 47 ആണ് കൊടുക്കുക. ഇനി 22 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് പ്രൊസീജിയറൽ സർവീസ് ആണ്. ബട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്, ഡ്യൂ ടു അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് ആണ്. അതായത് അൺയൂഷ്വൽ ആണ്. ഇവിടെ യൂഷ്വലി ലോക്കൽ അനസ്തീഷ്യ ആണ് യൂസ് ചെയ്യുക. ബട്ട് ഇവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജനറൽ അനസ്തീഷ്യ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ദി മോഡിഫയർ ഇസ് 23 വിച്ച് റെപ്രസെൻറ്റ്സ് അൺയൂഷ്വൽ അനസ്തീഷ്യ. Next, question number 2. A 56-year-old receives general anesthesia for an open pleura biopsy. An anesthesiologist medically directs 2 other cases and medically directs a CRNA on this case. What are the anesthesia codes and modifiers reported for the anesthesiologist and CRNA? ഇവിടെ ഒരു 56-year-old ആയിട്ടുള്ള പേഷ്യൻറ്റ് ഓപ്പൺ പ്ലൂറ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ജനറൽ അനസ്തീഷ്യ റിസീവ് ചെയ്യാണ്. സോ ഒരു അനസ്തീഷ്യോളജിസ്റ്റ് മെഡിക്കലി ഡയറക്ഷൻ കൊടുക്കുകയാണ് 2 അതർ കേസസിന്. ആൻഡ് ഈ ഒരു കേസിൽ CRNAയ്ക്കും മെഡിക്കൽ ഡയറക്ഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ ടോട്ടലി 3 കേസസ് കൺകറൻറ്റ് അനസ്തീഷ്യ സർവീസസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിലെ ദിസ് കേസിന് ഈ ഒരു പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കേസിൽ CRNAയ്ക്ക് മെഡിക്കൽ ഡയറക്ഷൻ കൊടുക്കുന്നു. വേറെ 2 കേസുകളിലും മെഡിക്കൽ ഡയറക്ഷൻ അനസ്തീഷ്യോളജിസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിന് കൊടുക്കുന്ന കോഡ് ആൻഡ് മോഡിഫയറും CRNAയ്ക്ക് കൊടുക്കുന്ന കോഡ് ആൻഡ് മോഡിഫയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് 2 കോഡുകളാണ് കാണുക, 00540 00541. ആദ്യം തന്നെ നമുക്ക് അതെന്താണ് എന്ന് നോക്കാം. 00540 എന്ന് പറയുന്നത് അനസ്തീഷ്യ ഫോർ തെറാക്കോട്ടോമി പ്രൊസീജിയേഴ്സ് ഇൻവോൾവിംഗ് ലങ്സ്, pleura, diaphragm and mediastinum including surgical thoracoscopy not otherwise specified. 00541 anesthesia for thoracotomy procedures involving lungs, pleura, diaphragm and mediastinum including surgical thoracoscopy utilizing 1 lung ventilation ആണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പൺ പ്ലൂറ ബയോപ്സി ആണ്. സോ 2 കോഡുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പൺ പ്ലൂറ ബയോപ്സിനെയാണ്. ബട്ട് 00541 യൂട്ടിലൈസിങ് 1 ലങ് വെൻറ്റിലേഷൻ എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നില്ല. ഒരു ലങ് വെൻറ്റിലേഷൻ യൂസ് ചെയ്ത കാര്യമൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് കോഡ് എന്ന് പറയുന്നത് 00540 ആണ്. സോ നമുക്ക് ഓപ്ഷൻ സി ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് എ ആണോ ബി ആണോ എന്നുള്ളതാണ്. അവിടെയുള്ള മോഡിഫയേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഓപ്ഷൻ എയിലെ ഫസ്റ്റ് കോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റിനെയാണ്. സോ
00540 ഓക്കെയാണ്. എ എന്ന് പറയുന്ന മോഡിഫയർ അപ്പൻഡ് ചെയ്യുക വെൻ അനസ്തീഷ്യ സർവീസ് ഇസ് പെർഫോംഡ് പേഴ്സണലി ബൈ ആൻ അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് അനസ്തീഷ്യോളജിസ്റ്റ് ഡയറക്റ്റ്ലി അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് എ എന്നുള്ള മോഡിഫയർ കൊടുക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് CRNA ആണ് ഓൺ ദിസ് കേസ്. അതിന് മെഡിക്കൽ ഡയറക്ഷൻ കൊടുക്കുകയാണ് അനസ്തീഷ്യോളജിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ എ കൊടുക്കാൻ പറ്റില്ല. ഇനി സെക്കൻഡ് നോക്കിയാൽ 00540യുടെ കൂടെ QZ ആണ് CRNAക്ക് കൊടുത്തിട്ടുള്ളത്. ഈ QZ എന്ന് പറയുന്നത് CRNA സർവീസ് വിത്തൗട്ട് മെഡിക്കൽ ഡയറക്ഷൻ ബൈ എ ഫിസീഷ്യൻ ആണ്. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഡയറക്ഷനോ സൂപ്പർവിഷനോ ഇല്ലാതെ CRNA അനസ്തീഷ്യ സർവീസ് പെർഫോം ചെയ്യുന്നതാണ് QZ എന്ന് പറയുന്നത്. സോ അതും നമുക്ക് അപ്പൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ ബി ആണ് ആകെ ആൻസറായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. QK എന്ന് പറയുന്നത് മെഡിക്കൽ ഡയറക്ഷൻ ഓഫ് 2, 3 or 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിങ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ്. അതായത് 2 or 3 അല്ലെങ്കിൽ 4 കൺകറൻ്റ് ആയിട്ട് ഒരേ ടൈമിൽ 2, 3 or 4 അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും. അതിൽ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ CRNA പോലെയുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ ആളുകൾക്ക്, ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മെഡിക്കൽ ഡയറക്ഷൻ അനസ്തീഷ്യോളജിസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ QK കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അപ്രോപ്രിയേറ്റ് ആണ്. കാരണം ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് വേറെ 2 കേസും ഈ ഒരു പെർട്ടിക്കുലർ കേസും മെഡിക്കൽ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ അനസ്തീഷ്യോളജിസ്റ്റിനുള്ള കോഡ് ഓക്കെയാണ്. സെക്കൻഡ് കോഡിൽ QX ആണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് CRNAക്കുള്ളത്. QX എന്ന് പറയുന്നത് CRNA സർവീസ് വിത്ത് മെഡിക്കൽ ഡയറക്ഷൻ ബൈ എ ഫിസീഷ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് QXും QY ഉണ്ട്. QX എന്ന് പറയുന്നത് അണ്ടർ മെഡിക്കൽ ഡയറക്ഷൻ ഓഫ് എ ഫിസീഷ്യൻ ആണ് പറയുന്നത്. QI ആണ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ അനസ്തീഷ്യോളജിസ്റ്റ് പറയുന്നത്. ബട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് QXൽ ഫിസീഷ്യൻ എന്ന് പറയുന്നു. അനസ്തീഷ്യോളജിസ്റ്റ് ഈസ് ഓൾസോ എ ഫിസീഷ്യൻ ഹൂ ഈസ് പ്രൊഫഷണൽ ഇൻ അനസ്തീഷ്യ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അനസ്തീഷ്യയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഫിസീഷ്യനായിട്ട് വേണമെങ്കിലും നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ QX കൊടുക്കുന്നത് കൊണ്ട് അവിടെ മിസ്റ്റേക്ക് ഇല്ല. QY ഉണ്ടെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് QI കൊടുക്കാം. അതല്ല QI ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ QX കൊടുത്താലും അതിൽ മിസ്റ്റേക്ക് വരില്ല. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. 00540 QK ഫോർ ദി അനസ്തീഷ്യോളജിസ്റ്റ് ആൻഡ് 00540 QX ഫോർ ദി CRNA. ഇവിടെ 2 കോഡും സെയിം ആണ്, ബിക്കോസ് 2 ആളും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആയതുകൊണ്ട് തന്നെ. Question number 3. A very large lipoma is removed from the chest measuring 8 square centimeter and the defect is 12.2 centimeter, requiring a layered closure with extensive undermining. MAC is performed by a medically directed certified registered nurse anesthetist, that is CRNA, called the anesthesia service. സോ ഇവിടെ ഒരു ലാർജ് ലിപ്പോമ എക്സിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം ദ ചെസ്റ്റ് 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ഡിഫക്റ്റ് 12.2 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷം ലെയേർഡ് ക്ലോഷർ വിത്ത് എക്സ്റ്റെൻസീവ് അണ്ടർമൈനിങ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ മാക് ആണ് പെർഫോം ചെയ്തത് ആൻഡ് ഇറ്റ് ഇസ് പെർഫോംഡ് ബൈ CRNA അണ്ടർ മെഡിക്കൽ ഡയറക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അനസ്തീഷ്യ സർവീസാണ് കോഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്ത് പ്രൊസീജിയറാണ് ചെയ്തത് എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതിലെ ഡയമീറ്റർ എത്രയാണ്, ഡിഫക്റ്റ് സൈസ് എത്രയാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് റിപ്പയർ ആണ് പെർഫോം ചെയ്തതെന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് മെയിനായിട്ട് എന്ത് പ്രൊസീജിയറിന് വേണ്ടിയാണ് അനസ്തീഷ്യ കൊടുത്തത് എന്ന് നോക്കണം. അതുപോലെ തന്നെ ആരാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഇവിടെ CRNA ആണ് അനസ്തീഷ്യ കൊടുത്തിട്ടുള്ളത് ആൻഡ് CRNA അണ്ടർ സൂപ്പർവിഷൻ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ മോഡിഫയറും കൊടുത്താൽ മതി. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് 2 A and Bയിൽ 00400 ആണ് പറഞ്ഞിട്ടുള്ളത്. അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ദി ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം ഓൺ ദി എക്സ്ട്രിമിറ്റീസ് ആൻറ്റീരിയർ ട്രങ്ക് ആൻഡ് പെരിനിയം നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്. ഈ ഒരു കോഡ് വരുന്നത് തൊറാക്സ്, ചെസ്റ്റ് വാൾ ആൻഡ് ഷോൾഡർ ഗേർഡിലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമുക്ക് ഹെഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻ C and Dയിൽ 00300 ആണ്.
That is anesthesia for all procedures on the integumentary system, muscles and nerves of head, neck and posterior trunk, not otherwise specified ആണ്. സോ ഈ ഒരു കോഡ് വരുന്നത് നെക്ക് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലിപ്പോമയാണ്, ചെസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ചെസ്റ്റ് വാൾ ഇതിൻ്റെ അണ്ടറിൽ, അതായത് ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത് 00400 ആണ്. മറ്റ് 00300 വരുന്നത് നെക്കിൻ്റെ അണ്ടറിലാണ്. സോ നമ്മൾ ഈ ഏരിയ സൈറ്റും കൂടി നോക്കിയിട്ട് വേണം കോഡുകൾ പിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ആൻറ്റീരിയർ ട്രങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത് 00400 അപ്പോൾ നമുക്കറിയാം ചെസ്റ്റ് വരുന്നത് ആൻറ്റീരിയർ ട്രങ്ക് ആണ്. 00300 പറയുന്നത് പോസ്റ്റീരിയർ ട്രങ്ക് ആണ്, ബാക്ക് സൈഡ് ഓഫ് ദി ട്രങ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ സി ആൻഡ് ഡി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നുള്ളതാണ്. ഓപ്ഷൻ എയിൽ നമുക്ക് QXും QSും അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, ബിയിൽ QS മാത്രമേ ഉള്ളൂ. സോ QX എന്ന് പറയുന്നത് CRNA സർവീസ് വിത്ത് മെഡിക്കൽ ഡയറക്ഷൻ ബൈ എ ഫിസിഷ്യൻ ആണ്. QS എന്ന് പറയുന്നത് മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ സർവീസ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്, മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ ആണ് പെർഫോം ചെയ്തത്. സോ അങ്ങനെ മാക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്തായാലും QS എന്നുള്ള മോഡിഫയർ അവിടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ CRNA അണ്ടർ മെഡിക്കൽ ഡയറക്ഷൻ ആണോ എന്ന് നോക്കുക. സോ അത് പറഞ്ഞിട്ടുണ്ട്, പെർഫോംഡ് ബൈ മെഡിക്കലി ഡയറക്റ്റഡ് CRNA ആണ്. സോ QX കൂടി നമ്മൾ അവിടെ അപ്പൻഡ് ചെയ്യണം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, 00400 QS. Next question number 4. A patient is given general anesthesia by the anesthesiologist for a carpal tunnel nerve release. After the surgery, the anesthesiologist is called to perform an axillary block for post-operative pain management on the same patient. What are the appropriate CPT codes? സോ ഇവിടെ ഒരു പേഷ്യൻറ്റ് ജനറൽ അനസ്തീഷ്യ അണ്ടർഗോ ചെയ്തിട്ട് കാർപ്പൽ ടണൽ നെർവ് റിലീസാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് അനസ്തീഷ്യോളജിസ്റ്റ് ഡയറക്റ്റ്ലി ആണ് പെർഫോം ചെയ്യുന്നത്. ആഫ്റ്റർ ദി സർജറി അനസ്തീഷ്യോളജിസ്റ്റിന് പിന്നെയും കോള് വരികയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, സെയിം പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് തന്നെ ഒരു ആക്സിലറി ബ്ലോക്ക് കൂടി പെർഫോം ചെയ്യണം എന്നുള്ളത്. സോ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡുകൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മളിവിടെ അനസ്തീഷ്യ കോഡ് കൊടുക്കാൻ മാത്രം പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അനസ്തീഷ്യ കോഡുകൾ കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, CPT കോഡുകൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ അനസ്തീഷ്യയും കോഡ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊസീജിയർ എന്താണോ അതിനുള്ള കോഡും കൂടി കൊടുക്കണം. നമുക്ക് അനസ്തീഷ്യ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യനിൽ അനസ്തീഷ്യ സർവീസ് കോഡ് കൊടുക്കാനാണ് പറയുക. അതല്ല സർവീസ് കോഡ് കൊടുക്കാനാണ് പറയുന്നതെങ്കിൽ നമ്മളവിടെ ആ ഒരു പ്രൊസീജിയറാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മളോട് CPT കോഡ്സ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ അനസ്തീഷ്യയും കോഡ് ചെയ്യണം, ആ ഒരു പ്രൊസീജിയർ എന്താണോ അതുകൂടി കോഡ് ചെയ്യണം. സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 01829 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ ഡയഗ്നോസ്റ്റിക് ആർത്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ഓൺ ദി റിസ്റ്റ് ആണ്. നെക്സ്റ്റ് കോഡ് വരുന്നത് 64417 ആണ്. അത് എല്ലാത്തിലും കോമൺ ആണ്. സോ അത് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ഓപ്ഷൻ ബി 01840 ആണ്. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ പ്രൊസീജിയേഴ്സ് ഓൺ ആർട്ടറീസ് ഓഫ് ഫോർആം, റിസ്റ്റ് ആൻഡ് ഹാൻഡ്, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ആണ്. ഓപ്ഷൻ സി 01810 അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ നെർവ്സ്, മസിൽസ്, ടെൻഡോൺസ്, ഫേഷ്യ ആൻഡ് ബേഴ്സ ഓഫ് ഫോർആം, റിസ്റ്റ് ആൻഡ് ഹാൻഡ്. Option D 01830 that is anesthesia for open or surgical arthroscopic or endoscopic procedures on distal radius, distal ulna, wrist on hand, joints not otherwise specified ആണ്. സോ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കാർപ്പൽ ടണൽ നെർവ് റിലീസാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പെർഫോം ചെയ്തത് ആക്സിലറി ബ്ലോക്കാണ് ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റ്. സോ ആദ്യത്തേതിൽ നമ്മൾ അനസ്തീഷ്യയാണ് കോഡ് ചെയ്യുന്നത്, ബിക്കോസ് അനസ്തീഷ്യ ഫോർ കാർപ്പൽ ടണൽ നെർവ് റിലീസാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ അപ്രോപ്രിയേറ്റ് കോഡ് വരുന്നത് 01810 ആണ്. ബിക്കോസ് ഇവിടെ ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിൽ, റിസ്റ്റിലുള്ള
ബോണുകളാണ് കാർപ്പൽസ് എന്ന് പറയുന്നത്. സോ അനസ്തീഷ്യ ഫോർ ഓൾ പ്രൊസീജിയേഴ്സ് ഓൺ നെർവ്സ്, മസിൽസ്, ടെൻസോൺസ്, ഫേഷ്യ ആൻഡ് ബേഴ്സ് ഓഫ് ഫോർആം, റിസ്റ്റ് ആൻഡ് ഹാൻഡ് ആണ് അവിടെ പറയുന്നത്. സോ അതാണ് നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്, ബിക്കോസ് അവിടെ എല്ലാ പ്രൊസീജിയേഴ്സും പറയുന്നുണ്ട്. ഇനി 8 to 9 പറയുന്നത് ആർത്രോസ്കോപ്പിക് പ്രൊസീജിയർ ആണ്. 840 പറയുന്നത് ആർട്ടറീസിലാണ് കാര്യം പറയുന്നത്. 830 പറയുന്നത് ഓപ്പൺ ഓർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. സോ ഇവിടെ നെർവ് റിലീസ് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് 01810 ആണ് അപ്രോപ്രിയേറ്റ് കോഡ് എന്ന് കിട്ടും. പിന്നെ അവിടെ നമ്മൾ മോഡിഫയർ എ ആണ് അപ്പൻഡ് ചെയ്യുന്നത്, ബിക്കോസ് അവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ഡയറക്റ്റ്ലി ആണ് അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ 64417 എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻസ്, അനസ്തെറ്റിക് ഏജൻറ്റ്സ് ആൻഡ് ഓർ സ്റ്റെറോയിഡ്, ആക്സിലറി നെർവ് ഇൻക്ലൂഡിങ് ഇമേജിംഗ് ഗൈഡൻസ് വെൻ പെർഫോംഡ് ആണ്. അപ്പോൾ ഇവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആക്സിലറി നെർവിനെയാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, ആക്സിലറി ബ്ലോക്കാണ് ചെയ്തിട്ടുള്ളത്. സോ 64417 അപ്രോപ്രിയേറ്റ് ആണ്. പിന്നെ അത് എല്ലാ ഓപ്ഷൻസിലും സെയിം തന്നെയാണ്. പിന്നെ മോഡിഫയർ 59 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയർ ആണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ സർജറി നെക്സ്റ്റ് പിന്നെയും ഒരു അനസ്തീഷ്യ പ്രൊസീജിയറൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. Next question number 5. When reporting for an anesthesia service using CPT codes, which service is not considered inherently included? അപ്പോൾ നമ്മൾ അനസ്തീഷ്യ സർവീസ് കോഡുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 00100 തൊട്ട് 01999 വരെയുള്ള കോഡുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത സർവീസസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അനസ്തീഷ്യ സർവീസിൽ ബണ്ടിൽഡ് അല്ലാത്ത സർവീസസ് ഏതാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ്, ഓപ്ഷൻ ബി ഇലക്ട്രോകാർഡിയോഗ്രാം, ഓപ്ഷൻ സി ക്യാപ്നോഗ്രഫി, ഓപ്ഷൻ ഡി സെൻട്രൽ വീനസ് കത്തീറ്റർ. സോ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പാരഗ്രാഫിലാണുള്ളത്. അനസ്തീഷ്യ ഗൈഡ് ലൈൻസ് എന്നുള്ള പേജിൽ, അതായത് നമ്മുടെ അനസ്തീഷ്യ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അനസ്തീഷ്യ ഗൈഡ് ലൈൻസ് കാണാം. അവിടുത്തെ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളതാണ്. ദീസ് സർവീസസ് ഇൻക്ലൂഡ് ദ യൂഷ്വൽ പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ്സ്, the anesthesia care during the procedure, the administration of fluids and of blood, and the usual monitoring services, example ECG, temperature, blood pressure, oximetry, capnography and mass spectrometry. Unusual forms of monitoring, example intra-arterial, central venous and Schwann's are not included. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ലൈനിൽ നമുക്ക് എല്ലാ ഇൻക്ലൂഡഡ് സർവീസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ഇൻക്ലൂഡഡ് ആണ് ഈ അൺയൂഷ്വൽ ഫോംസ് ഓഫ് മോണിറ്ററിങ് പറയുന്നത്. അതായത് ഇൻട്രാ ആർട്ടീരിയൽ, സെൻട്രൽ വീനസ് ആൻഡ് ഷ്വാൻഗാൻസ്, ഈ 3 കാര്യങ്ങളാണ്. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സെൻട്രൽ വീനസ് കത്തീറ്റർ ആണ്, വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി അനസ്തീഷ്യ സർവീസസ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ്, ഇലക്ട്രോകാർഡിയോഗ്രാം ദാറ്റ് ഇസ് ECG, ക്യാപ്നോഗ്രഫി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സെൻട്രൽ വീനസ് കത്തീറ്റർ. Next question number 6. A 38-year-old female patient in good physical health is undergoing a laparoscopic tubal ligation surgery. The anesthesiologist begins to prepare the patient for surgery at 9:30 a.m. and the surgery begins at 10 a.m. and ends at 11 a.m. The anesthesiologist releases the patient to the recovery nurse at 11:15 a.m. What is the total anesthesia time? സോ ഇവിടെ ഒരു 38-year-old ആയിട്ടുള്ള ഫീമെയിൽ ഒരു ഗുഡ് ഫിസിക്കൽ ഹെൽത്തിൽ അണ്ടർഗോ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് ട്യൂബൽ ലിഗേഷൻ സർജറിയാണ്. സോ അനസ്തീഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിനെ അനസ്തീഷ്യയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 a.m. സർജറി 10 a.m. സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് 11 a.m. ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ആൻഡ് അനസ്തീഷ്യോളജിസ്റ്റ് ഈ ഒരു പേഷ്യൻറ്റിനെ റിക്കവറി നഴ്സിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് 11:15 a.m. ഇവിടെ നമ്മൾ ടോട്ടൽ അനസ്തീഷ്യ ടൈമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അനസ്തീഷ്യ ടൈം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടൈം ഫോർ അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് മേ ബി റിപ്പോർട്ടഡ് ആസ് ഇസ് കസ്റ്റമറി ഇൻ ദി ലോക്കൽ ഏരിയ.
Anesthesia time begins when the anesthesiologist begins to prepare the patient for the induction of anesthesia in the operating room or in an equivalent area, and ends when the anesthesiologist is no longer in personal attendance, that is when the patient may be safely placed under post-operative supervision. അതായത് അനസ്തീഷ്യ ടൈം ബിഗിൻ ചെയ്യുന്നത് വെൻ അനസ്തീഷ്യോളജിസ്റ്റ് പേഷ്യൻറ്റിന് അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ത്രൂ ഔട്ട് ദ പ്രൊസീജിയർ കഴിഞ്ഞ് പേഷ്യൻറ്റിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ, അതുവരെ അനസ്തീഷ്യോളജിസ്റ്റ് ഉണ്ടാവും. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അനസ്തീഷ്യോളജിസ്റ്റിന് അവിടെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതുവരെയാണ് അനസ്തീഷ്യ ടൈം എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അനസ്തീഷ്യയ്ക്ക് വേണ്ടി പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 9:30 AM ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തത് 11:15 ആണ്. സോ സ്റ്റാർട്ട് ടൈം ഇസ് 9:30 AM ആൻഡ് എൻഡ് ഓഫ് അനസ്തീഷ്യ എന്ന് പറയുന്നത് 11:15 AM ആണ്. ദാറ്റ് ഇസ് 1 hour and 45 minutes ആണ്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 1 hour 45 minutes, ഓപ്ഷൻ ബി 1 hour, ഓപ്ഷൻ സി 1 hour 15 minutes ആൻഡ് ഓപ്ഷൻ ഡി 1 hour 30 minutes ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 1 hour 45 minutes. Next question number 7. Dr. Matthew, an anesthesiologist, performed general anesthesia for a Walsh modified radical prostatectomy on a 74-year-old male patient with mild hypertension. Which codes capture the services performed by Dr. Matthew? ഇവിടെ ഡോക്ടർ മാത്യു ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്നുണ്ട് ഫോർ വാൾഷ് മോഡിഫൈഡ് റാഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി. ഒരു 74-year-old പേഷ്യൻ്റ് ആണ് വിത്ത് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ ആണ്. സോ ഇവിടെ ഡോക്ടർ മാത്യുവിൻ്റെ സർവീസസിനുള്ള കോഡുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ മാത്യു എന്ന് പറയുന്നത് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. സോ അനസ്തീഷ്യ പ്രൊസീജിയറാണ് അനസ്തീഷ്യോളജിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഈ പ്രോസ്റ്ററ്റക്ടമി ചെയ്തതിനുള്ള കോഡുകളല്ല നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എയിലും ഡിയിലും നോക്കിയാൽ കാണാം 55810 എന്നുള്ള പ്രൊസീജിയർ കോഡ് കാണാൻ പറ്റും. സോ ഇവിടെ അനസ്തീഷ്യ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്, അനസ്തീഷ്യോളജിസ്റ്റിനാണ് കോഡ് കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻ എ ആൻഡ് ഡി നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബിയും സി ആണുള്ളത് 00865. ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ എക്സ്ട്രാ പെരിറ്റോണിയൽ പ്രൊസീജിയേഴ്സ് ഇൻ ലോവർ അബ്ഡമൻ ഇൻക്ലൂഡിങ് യൂറിനറി ട്രാക്ട് റാഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു കോഡ് രണ്ടും സെയിം ആണ്, ബിയിലും സിയിലും സെയിം ആണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പേഷ്യൻറ്റിൻ്റെ ഏജ് കോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ 74-year-old ആണ്, അതായത് 70 above ആണ്. ദാറ്റ് ഈസ് ഒരു എക്സ്ട്രീം ഏജ് ആണ്. സോ നമുക്ക് ക്വാളിഫയിങ് സർക്കംസ്റ്റൻസിൻ്റെ കോഡ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ ഇവിടെ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ 99100 എന്നുള്ള ആഡ് ഓൺ കോഡ് കൂടി അവിടെ കൊടുക്കണം. സോ പിന്നെ ഇവിടെ പറയുന്നത് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ ഉള്ളതാണ്. അപ്പോൾ P2 ആണ് പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ വരുന്നത്. അതിൽ നമ്മൾ കൺഫ്യൂഷൻ വേണ്ട, കാരണം ബിയിലും സിയിലും അത് അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനസ്തീഷ്യോളജിസ്റ്റ് ആണ്, അനസ്തീഷ്യയ്ക്ക് മാത്രമാണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. സോ 0 സീരീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഈ 5 സീരീസിലൊന്നും കോഡ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് എലിമിനേഷൻ ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡിയിൽ നോക്കിയാൽ കാണാം ആദ്യം തന്നെ ആഡ് ഓൺ കോഡാണ് കൊടുത്തിട്ടില്ല. ആഡ് ഓൺ കോഡ് ഒരിക്കലും നമ്മൾ പ്രൈമറി കോഡായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കോഡായിട്ടോ കൊടുക്കാറില്ല. സോ നമുക്ക് ഓപ്ഷൻ ഡി അങ്ങനെയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബിയും സി ആണ്. അതിൽ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രീം ഏജിനുള്ള ആഡ് ഓൺ കോഡ് കൂടി കൊടുക്കുന്നതാണ്. പിന്നെ P2 പേഷ്യൻറ്റ് വിത്ത് മൈൽഡ് സിസ്റ്റമിക് ഡിസീസ് ആണ്. ഇവിടെ മൈൽഡ് ഹൈപ്പർ ടെൻഷൻ പറയുന്നുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. Question number 8. A surgeon performed a Joplin procedure with tendon transplants under general anesthesia for a healthy 35-year-old patient. How would the surgeon report his service for both the surgery and anesthesia in this case? സോ ഇവിടെ ഒരു സർജൻ ആണ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്. ജോപ്ലിൻ പ്രൊസീജിയർ ആണ് വിത്ത് ടെൻഡോൺ ട്രാൻസ്പ്ലാന്റ് അണ്ടർ ജനറൽ അനസ്തീഷ്യ ആണ്. ഒരു 35-year-old ഹെൽത്തി ഓൾഡ് പേഷ്യൻ്റ് ആണ്.
സർജൻ ബോത്ത് സർവീസസ്, അതായത് സർജറിയും അനസ്തീഷ്യയും എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സർജനാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. സോ ഈ 0 സീരീസിലുള്ള കോഡുകൾ എന്ന് പറയുന്നത് അനസ്തീഷ്യ കോഡുകളാണ്. അനസ്തീഷ്യ കോഡുകൾ കൊടുക്കുന്നത് എപ്പോഴും ഒരു അനസ്തീഷ്യോളജിസ്റ്റൊക്കെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു CRNA ക്വാളിഫൈഡ് ആയിട്ടുള്ള അനസ്തീഷ്യയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ അനസ്തീഷ്യ പ്രൊസീജിയർ പെർഫോം ചെയ്യുമ്പോഴാണ് 0 സീരീസിലുള്ള കോഡുകൾ നമ്മൾ കൊടുക്കുക. അല്ലാതെ ഒരു സർജൻ അനസ്തീഷ്യ പെർഫോം ചെയ്താൽ നമ്മൾ അതിനൊരു എക്സ്ട്രാ മോഡിഫയർ ആണ് അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. സർജനാണ് അനസ്തീഷ്യ പെർഫോം ചെയ്തത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ 0 സീരീസിൽ നിന്നുള്ള ഒരു കോഡല്ല നമ്മൾ കൊടുക്കേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ എയും ബിയും സിയിലും 0 സീരീസ് കോഡുകളാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാം, ബിക്കോസ് അത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്ഷൻ ഡി നോക്കിയാൽ 28899 ആണ്. ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് പ്രൊസീജിയർ ഫുട്ട് ഓർ ടോസ് ആണ്. അപ്പോൾ നമ്മൾ അതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ബിക്കോസ് ബാക്കി 3 ഓപ്ഷൻസിൽ നമുക്ക് 0 സീരീസിലുള്ള കോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് റോങ്. മോഡിഫയർ 47 എന്ന് പറയുന്നത് അനസ്തീഷ്യ ബൈ സർജൻ ആണ്. യൂഷ്വലി അനസ്തീഷ്യോളജിസ്റ്റ് ആണ് അനസ്തീഷ്യ പെർഫോം ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റൻസിൽ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ ആബ്സെൻസിൽ സർജൻ തന്നെ അനസ്തീഷ്യ പ്രൊസീജിയർ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 47 കൊടുക്കും. സോ ഇവിടെ സർജൻ തന്നെയാണ് പ്രൊസീജിയർ ചെയ്തിട്ടുള്ളതും അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളതും. സോ നമുക്ക് മോഡിഫയർ 47 അപ്പൻഡ് ചെയ്യാവുന്നതാണ്. Question number 9. A surgeon performed a cervical approach esophagoplasty with the repair of a tracheo-esophageal fistulae under general anesthesia. The surgeon performed both the procedure and the anesthesia. How would you report the services? ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, സർജൻ തന്നെയാണ് പ്രൊസീജിയറും അനസ്തീഷ്യയും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈസോഫാഗോപ്ലാസ്റ്റി വിത്ത് റിപ്പയർ ഓഫ് എ ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റിലയാണ്, അണ്ടർ ജനറൽ അനസ്തീഷ്യയാണ്. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സർജൻ പെർഫോംഡ് ബോത്ത് ദ പ്രൊസീജിയർ ആൻഡ് ദി അനസ്തീഷ്യയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0 സീരീസിലുള്ള കോഡുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആൻഡ് സിയിൽ 00500 എന്നുള്ളൊരു കോഡ് കാണാം. ദാറ്റ് ഈസ് റോങ്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ എ ആൻഡ് സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ റോങ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ഈസോഫാഗോപ്ലാസ്റ്റി cervical approach with repair of tracheo-esophageal fistulae. മോഡിഫയർ 47 കൊടുത്തിട്ടുണ്ട്. അനസ്തീഷ്യ ബൈ സർജൻ ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. Question number 10. A 22-year-old patient delivered a healthy baby boy by C-section delivery with the general anesthesia. The anesthesiologist performed all required steps for medical direction for CRNA and was medically directing 2 other cases concurrently. Which modifiers reports the anesthesiologist and CRNA services? ഇവിടെ C-section deliveryക്ക് general anesthesia കൊടുത്തേക്കാണ്. സോ അനസ്തീഷ്യോളജിസ്റ്റ് ഇവിടെ മെഡിക്കൽ ഡയറക്ഷൻ ഫോർ എ CRNA കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 അതർ കേസസിന് കൺകറൻ്റ്ലി കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇവിടെ സിറ്റുവേഷൻ വേറെയാണ്. ഇവിടെ ഒരു ഡെലിവറി കേസാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ടോട്ടലി 3 കേസസ് ആണ് കൺകറൻ്റ്ലി മെഡിക്കൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് CRNA ആണ്. സോ അണ്ടർ മെഡിക്കൽ ഡയറക്ഷൻ. സോ നമ്മൾ അനസ്തീഷ്യോളജിസ്റ്റിനും CRNAക്കും കൊടുക്കേണ്ട കോഡുകളും മോഡിഫയേഴ്സും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ കോഡ് എല്ലാം സെയിം തന്നെയാണ്, 01961. ദാറ്റ് ഈസ് അനസ്തീഷ്യ ഫോർ C-section ഡെലിവറി ഒള്ളിയാണ്. ഇനി നമ്മൾ മോഡിഫയർ ഏതാണ് അപ്പൻഡ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. ഓപ്ഷൻ എയിൽ എ കാണാം. എ എന്ന് പറയുന്നത് അനസ്തീഷ്യ സർവീസ് പെർഫോംഡ് ബൈ അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. ഇവിടെ ഡയറക്റ്റ്ലി അനസ്തീഷ്യോളജിസ്റ്റ് അല്ല, ഒരു CRNA പ്രസൻറ്റ് ആണ്. അതുപോലെ തന്നെ വേറെ ഒരു മെഡിക്കൽ ഡയറക്ഷൻസും കൊടുക്കുന്നുണ്ട്. സോ എ അപ്പൻഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ റോങ് ആണ്. പിന്നെ QK എന്ന് പറയുന്നത് മെഡിക്കൽ ഡയറക്ഷൻ ഓഫ് 2, 3 or 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് ആണ്. സോ അനസ്തീഷ്യോളജിസ്റ്റിന് ആ ഒരു QK ഓക്കെ ആണ്. ഇനി CRNAയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് QX, QY, QZ ഉണ്ട്. അപ്പോൾ നമുക്ക് QX എന്ന് പറയുന്നത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫിസിഷ്യൻ ആണ്. QY എന്ന് പറയുന്നത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എൻ അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. QZ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മെഡിക്കൽ ഡയറക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് കോഡുകൾ എന്ന് പറയുന്നത് അനസ്തീഷ്യോളജിസ്റ്റിനുള്ളതാണ്. സോ നമുക്കിവിടെ
ക്യു കെ ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് CRNAക്ക് കൊടുക്കുമ്പോൾ QX വേണോ QZ വേണോ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി റോങ് ആണ്, ബിക്കോസ് നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റിന് QI കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ബിക്കോസ് QI എന്ന് പറഞ്ഞാൽ അണ്ടർ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ സൂപ്പർവിഷനാണ്. അതൊരു അനസ്തീഷ്യോളജിസ്റ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡി റോങ് ആണ്. പിന്നെ ബി ആണോ സി ആണോ എന്നാണ് നോക്കേണ്ടത്. അതിൽ ബി ആണ് അപ്രോപ്രിയേറ്റ്, ബിക്കോസ് QX ആണ് അണ്ടർ സൂപ്പർവിഷനിൽ CRNA വർക്ക് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 11. A healthy 32-year-old patient required an urgent vaginal hysterectomy following delivery of her third baby. What anesthesia code should you report for this case? ഇവിടെ ഒരു 32-year-old ആയിട്ടുള്ള ഹെൽത്തി പേഷ്യൻറ്റിന് അർജൻറ്റ് ആയിട്ടുള്ള ഒരു വജൈനൽ ഹിസ്റ്ററക്ടമി ആവശ്യമായിട്ട് വരികയാണ്. ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ഹർ തേർഡ് ബേബിയാണ്. ഇവിടെ അനസ്തീഷ്യ സർവീസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് വൺ 01962 ആണ്. ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ അർജൻറ്റ് ഹിസ്റ്ററക്ടമി ഫോളോയിങ് ഡെലിവറി ആണ്. നെക്സ്റ്റ് 01969 ആണ്. ദാറ്റ് ഇസ് എൻ ആഡ് ഓൺ കോഡ്, അതായത് അനസ്തീഷ്യ ഫോർ C-section ഹിസ്റ്ററക്ടമി ഫോളോയിങ് ന്യൂറാക്സിയൽ ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ ആണ്. ദാറ്റ് ഇസ് വജൈനൽ ഡെലിവറിക്ക് വേണ്ടി അല്ലെങ്കിൽ C-section ഹിസ്റ്ററക്ടമി ആണ്. C-section ഹിസ്റ്ററക്ടമിക്ക് വേണ്ടിയിട്ട് എന്താണ് അനസ്തീഷ്യ കൊടുക്കുന്നതിൻ്റെ കോഡാണ് 01969 എന്നുള്ളത്. അതുപോലെ തന്നെ മോഡിഫയർ 51 അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബിയിൽ 01967 ആണ്. ദാറ്റ് ഇസ് ന്യൂറാക്സിയൽ ലേബർ അനാൽജസി ഓർ അനസ്തീഷ്യ ഫോർ പ്ലാൻഡ് വജൈനൽ ഡെലിവറി. അപ്പോൾ അത് വജൈനൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അനസ്തീഷ്യ കൊടുക്കുന്നതിനുള്ള കോഡാണ്. പിന്നെ 01969 കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ C-section ഹിസ്റ്ററക്ടമി, അതായത് ഓൾറെഡി വജൈനൽ ഡെലിവറിക്ക് ഒരു അനസ്തീഷ്യ കൊടുത്തു, അതിനുശേഷം C-section ഹിസ്റ്ററക്ടമി ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ 01969 കൊടുക്കുന്നത്. ഓപ്ഷൻ സി 01963 ആണ്. ദാറ്റ് ഇസ് അനസ്തീഷ്യ ഫോർ C-section ഹിസ്റ്ററക്ടമി വിത്തൗട്ട് എനി ലേബർ അനാൽജസിയ ഓർ അനസ്തീഷ്യ കെയർ ആണ്. ഒരു അനസ്തീഷ്യ കെയറും കൊടുക്കാതെ ഡയറക്റ്റ്ലി C-section ഹിസ്റ്ററക്ടമി ചെയ്യുന്നതിനുള്ള കോഡാണ്. സോ അതിനുള്ള അനസ്തീഷ്യ കോഡാണ്. ഓപ്ഷൻ ഡി 01962 ആണ് അനസ്തീഷ്യ ഫോർ അർജൻറ്റ് ഹിസ്റ്ററക്ടമി. ഇവിടെ എന്താണ്, ഒരു അർജൻറ്റ് ഹിസ്റ്ററക്ടമി ആണ് പെർഫോം ചെയ്യുന്നത്. സോ അതിനുള്ള അനസ്തീഷ്യ കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 01962. ഇതിൽ ഓപ്ഷൻ എ റോങ് ആവാൻ കാരണം അവിടെ ഒരു പ്ലാൻഡ് വജൈനൽ ഡെലിവറിക്ക് അനസ്തീഷ്യ കൊടുത്തു, അതിനുശേഷം C-section ഹിസ്റ്ററക്ടമി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ. അതുപോലെ തന്നെ ആഡ് ഓൺ കോഡിൻ്റെ കൂടെ മോഡിഫയർ 51 അപ്പൻഡ് ചെയ്യാൻ പാടില്ല. 51 ഒന്നും ആഡ് ഓൺ കോഡിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്യാറില്ല. ഓപ്ഷൻ ബി നോക്കിയാൽ അവിടെ C-section ഹിസ്റ്ററക്ടമി, പിന്നെ ആദ്യം ഒരു വജൈനൽ ഡെലിവറിക്ക് അനസ്തീഷ്യ കൊടുത്തു എന്നൊക്കെ പറയുന്നു, അതും റോങ് ആണ്. ഇവിടെ അർജൻ്റ് ആയിട്ടൊരു വജൈനൽ ഹിസ്റ്ററക്ടമി ആണ്, അതിനുള്ള അനസ്തീഷ്യയാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. പിന്നെ പേഷ്യൻ്റ് ഒരു ഹെൽത്തി പേഷ്യൻ്റ് ആണ്. സോ P1 ആണ് ഫിസിക്കൽ സ്റ്റാറ്റസ് മോഡിഫയർ വരുന്നത്. Next question number 12. A patient has anesthesia for a lyric operation. What part of the body is being treated? ഈ ഒരു ഓപ്പറേഷനിൽ ഏത് പോർഷൻ ഓഫ് ദ ബോഡിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ സസ്പെൻസറി ലിഗമെൻറ്റ്, ബി പെരിഫറൽ നെർവ്, സി തൊറാക്കോ ലംബാർ and D palmar arch. And the answer is option C, thoracolumbar. A lyric operation, also known as an aortobifemoral bypass, is a surgical procedure to treat aortoiliac occlusive disease. This condition often affects the lower part of the thoracolumbar region involving the abdominal aorta and the iliac arteries. Hence the association with the thoracolumbar area. So I am conducting a CPC preparation class completely online ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്, 1-to-1 സെഷൻസ് ആണ്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഏതർ എന്നെ മെയിൽ ചെയ്യുക. മെയിൽ ID വരുന്നത് medcode0907@gmail.com ആണ്. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ DM ചെയ്യുക. ദാറ്റ് ഈസ് മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ് ഹാൻഡിൽ വരുന്നത്. താങ്ക് യു for watching. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓൾസോ സബ്സ്ക്രൈബ്. താങ്ക് യു.